നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തമിഴക വെട്രിക്കഴകം തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരുമെന്നൊരു സർവേ പറയുന്നു. എന്തെങ്കിലും കാരണമുണ്ടോ? അതായത് ടുഡേയ്സ് ചാണക്യ അടക്കം പല സർവേകളിലും തമിഴക വെട്രിക്കഴകത്തിന് ബഹുദൂരം മുന്നേറ്റമുണ്ടാകുന്നു. ഏറ്റവും കുറഞ്ഞത് തമിഴക വെട്രിക്കഴകത്തിന് 30 സീറ്റെങ്കിലും ലഭിക്കുമെന്ന് എല്ലാ സർവേകളിലും വ്യക്തമാണ്. 9 മുതൽ 15% വോട്ട് ഷെയർ മിനിമം എല്ലാ സർവേകളിലും കൊടുക്കുന്നു. 25 മുതൽ 30% വോട്ട് ഷെയർ വരെ കൊടുക്കുന്ന സർവേകൾ ഉണ്ട്. DMK അധികാരത്തിൽ വരുമെന്ന് ബഹുഭൂരിപക്ഷം സർവേകളിലും വ്യക്തമാക്കുമ്പോൾ ചില സർവേകളിൽ മാത്രമാണ് തമിഴക വെട്രിക്കഴകം അവിടെ 2ാം സ്ഥാനത്തേക്ക്, അതല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നൊക്കെ പറയുന്നു. വാസ്തവത്തിൽ എന്താണ് സത്യം? DMKയുടെ അധികാര തുടർച്ചയോടൊപ്പം പ്രതിപക്ഷത്ത് തമിഴക വെട്രിക്കഴകത്തിൻ്റെ ഒരു വലിയ മുന്നേറ്റമായിരിക്കും സംഭവിക്കുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വളരെ വ്യക്തമായി തന്നെ പറയുന്നത്. അതിന് കാരണം 4ആണ്. ഒന്നാമത്തെ കാര്യം, AIADMKക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന മതേതര വോട്ടുകൾ എല്ലാം എൻ ബ്ലോക്കായി കൃത്യമായി ആ വോട്ടുകളെല്ലാം ഭരണവിരുദ്ധ വികാരം എന്ന രീതിയിലേക്ക് തമിഴക വെട്രിക്കഴകത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ കാര്യം, സ്വാഭാവികമായി സ്റ്റാലിൻ സർക്കാരിനെ എതിർക്കുന്നവർ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിൽ ഇത്രയും നാൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് AIADMKക്കാണെങ്കിൽ മൂന്നാമത് ഒരു മുന്നണി എന്ന രീതിയിൽ 234 സീറ്റുകളിൽ മത്സരിക്കുന്ന തമിഴക വെട്രിക്കഴകത്തിന് വോട്ട് കൊടുക്കുന്നു. പുതുച്ചേരിയിലും തമിഴ്നാട്ടിലുമായി മുഴുവൻ സീറ്റുകളിലും മത്സരിക്കുന്ന വിജയിയുടെ പാർട്ടിക്ക് അത്തരത്തിൽ തമിഴ്നാട്ടിൽ വേരൂന്നാൻ കഴിയുന്നു. വിജയിക്കുകയോ പരാജയപ്പെടുകയോ എന്നുള്ളതല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കാര്യമായ ഒരു മുന്നേറ്റം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്ന വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഗൗരവമായി പരിഗണിക്കേണ്ടത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ അത്തരമൊരു സാഹചര്യമേ തമിഴ്നാട്ടിൽ നിലനിന്നിട്ടില്ലായിരുന്നു. 2024 സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് സ്റ്റാലിൻ നേതൃത്വം കൊടുക്കുന്ന മുന്നണി സഖ്യം 39 സീറ്റുകളിൽ പരിപൂർണമായ വിജയം നേടിയെടുത്തുകൊണ്ടാണ് കൃത്യമായി BJPയുടെ വർഗീയ കുത്തിത്തിരിപ്പിനെതിരെ മറുപടി കൊടുത്തതെങ്കിൽ സ്റ്റാലിൻ ഇക്കുറി കൃത്യമായി പറയട്ടെ, ഭരണവിരുദ്ധ വോട്ടുകൾ BJPയിലേക്കും അതുപോലെ തന്നെ AIADMKയിലേക്കും എത്തുമെന്ന് വിചാരിച്ചെടുത്ത് TVK BJPക്കും AIADMKയ്ക്കും ഒരു സ്പോയിലർ ആയിരിക്കുകയാണ്. അത് പരിപൂർണമായി വോട്ട് സ്പ്ലിറ്റ് ആകാനുള്ള കാരണമാകുകയും ഭരണവിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കപ്പെടാതിരിക്കുകയും അത് സ്റ്റാലിന് അധികാര തുടർച്ച ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. വോട്ട് ഷെയറിൽ സ്റ്റാലിന് ഇടിവ് വരും, അത് സ്വാഭാവികമാണ്. പക്ഷേ സീറ്റുകളുടെ എണ്ണത്തിൽ സ്റ്റാലിന് കാര്യമായ കുറവുകൾ ഉണ്ടാകില്ല എന്ന വ്യക്തമായ സൂചനയാണ് പുറത്തു വരുന്നത്.